എഴുന്നേക്കാൻ പാവല്ലേ? ഓഫീസില്ലേ ഇന്ന് ഇത്തിരി നേരത്തെ വരുമോ? വന്നാ മാർക്കറ്റിലൊന്ന് പോവായിരുന്നു. ഇരട്ടി വിലയ്ക്ക് ആ കിളവി പച്ചക്കറി കൊണ്ടുവരുന്നത്. നേരിട്ട് പോയാൽ വിലയും കുറയും, നല്ല സാധനവും വാങ്ങാം. ആ പിന്നെ ആ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന കടയിലൊന്ന് കയറി പറയണം ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് അയക്കാൻ. അത് എത്ര ദിവസമായി കിടക്കുന്നു? ഓ, 100 കൂട്ടം കാര്യങ്ങളാ. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ചായ തലപൊക്കി നോക്ക്, ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് താഴത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ വരുമോ? നീ ഇപ്പൊ ഇവിടെ സ്ഥലം ഒഴിവാക്കാൻ എന്ത് വേണം? കളിക്കുക. വാ, വന്ന് ഫ്രണ്ട് ഡോർ അടക്കി, ഞാൻ ഇറങ്ങാ. ഇത് താഴെ 4ാമത്തെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ മതി. താങ്ക്സ്. മാനേജർ സാർ വിളിക്കുന്നു. സുമിത്രേ, കൺഗ്രാറ്റ്സ്. എന്തിന്? തനിക്കല്ല, പ്രകാശിന്. ഇന്നലെ ടിവിയിൽ വന്ന പ്രോഗ്രാം ഗംഭീരായിരുന്നു. എന്റെ ഹസിന്റെ പേരുള്ള അഭിനന്ദനങ്ങൾ. ചാക്കോച്ച, നിങ്ങളല്ലേ പറഞ്ഞ ഇപ്പൊ TV സീരിയലിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന്? ഒരെണ്ണം കൊണ്ടുവന്നാൽ തട്ടിക്കളയാമെന്നും ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തീരെ നേരമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചാ ഞാൻ പിന്നെ വരാം. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകരുത്. സീൻ നമ്പർ 1 പകൽ. ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ. വായിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ മതി. മതിയല്ലേ? ഞാനും അത് ആലോചിച്ചു. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഊണിലും ഉറക്കത്തിലും ചാക്കോച്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരുപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായി. ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും? വർഷങ്ങളോളമായി. കടൽ, ആഴി, അലയാഴി, കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വറ്റം മുക്കുവരുടെ കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അഷ്റഫ്. ഈ അഷ്റഫിൽ നിന്ന് അച്ചൻകുഞ്ഞ് പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം, കൈ നിറയെ കാശ്, ഇതെല്ലാം വന്നപ്പോൾ അച്ചൻകുഞ്ഞാളാകെ മാറി. ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി. പളനി കുര്യച്ചൻ. അല്ല പളനി, അല്ല കുര്യച്ചൻ. പളനി എന്ന് പറഞ്ഞ കുര്യച്ചൻ ഞാനല്ല കഥാകൃത്ത്. കഥ വൽക്കമല്ല വർത്താനം പറയാ. അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അച്ചൻകുഞ്ഞ് മോളെ തന്നെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായ പ്രകാശന്? ആ ഒരൊറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശാ കാമുകനായിക്കൊണ്ട് ഈ അഷ്റഫ് കറുത്തമ്മയല്ല എൽസമ്മ, താങ്ക് യു, എൽസമ്മ എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഇഷ്ടായോ? ഇത് നിങ്ങൾ എഴുതിയതാ? പിന്നെ നിങ്ങൾ എഴുതിയാ? ഏടോ മനുഷ്യ സ്വന്തമായിട്ട് വല്ലോണ്ട് എഴുതിയാ പറ. ഇത് തകഴിയുടെ ചെമ്മീനില്ലേ? പരീക്കുട്ടൻ കറുത്തമ്മയുടെ പേര് മാറ്റിയാൽ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? ആര്? തകഴി അദ്ദേഹത്തിനല്ലേ ചെമ്മീൻ. ഓഹോ, അപ്പൊ ഇത് ഇവിടെ ഏൽക്കൂല. ഇതിന്റെ 3ാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? എന്തെഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റേത്, എംടിന്റേത്, ബഷീറിന്റേത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. ഇത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടോ അരവിന്ദനെ കൊണ്ടോ സിനിമ ആക്കി എടുപ്പിച്ചിട്ടില്ല. എന്നെ എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? എന്താ കാര്യം? ഞാൻ കൂടെ അറിയട്ടെ. നമ്മുടെ കാര്യം തന്നെ. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായില്ലേ കൂട്ടാ? അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ തനിച്ച് തന്നെ. പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. അതല്ലടി മോളെ, ഒരു കുഞ്ഞു മോനോ മോളോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഫ്രണ്ട്സിന്റെ എല്ലാം ചോദ്യത്തിന്റെ അർത്ഥം തന്നെ മാറി തുടങ്ങി. പറയുന്നവർക്കെന്താ? അതല്ലെന്നേ, ഒരു കുഞ്ഞുണ്ടായ അതിന്റെ സുഖമൊന്ന് വേറെ തന്നെ. എന്താ ഈ പ്രകാശിന്? എനിക്കും ആഗ്രഹമില്ലെന്നാ കരുതിയിരിക്കുന്നത്. പ്രഗ്നന്റ് ആയ എന്തൊക്കെ പ്രോബ്ലംസാ.
പ്രകാശിന് പറഞ്ഞാ മതി. കഷ്ടപ്പാട് മുഴുവൻ ഞാൻ സഹിക്കണ്ടേ? വേണ്ട, നല്ലൊരു മുളത്താ. ലീവ് കൊടുത്ത് അവളെയും കൊഞ്ചിച്ച് ഞാൻ വിട്ടിരുന്നോളാം. പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള പറച്ചിലല്ലേ? വെയിറ്റ്, 1 വർഷം കൂടെ, അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി നമ്മളൊന്ന് സെറ്റിൽഡ് ആവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി, മാനേജറായി, ഡയറക്ടറായി, പെൻഷനായി, മൂത്ത് നരച്ച് 60-ആം കാലത്താ വരണം. ഓടി വരുന്നു. ഹലോ ഹലോ, ആ അതെ, ബാലേട്ടനാ? ഞാൻ സുമിയ. എവിടുന്നാ? ഉണ്ട്, സുഖമാണ്. ആ കൊടുക്കാം. ബാലേട്ടൻ നൈനിറ്റാളിന്നാ. ഹലോ അളിയ, ഞാനാ. എന്തൊക്കെയാ? നൈനിറ്റാളിന്നോ? അതെ, നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. അടി കൊടുക്കാനോ? അതൊക്കെ ആവശ്യം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയാ. ആ അതെ. ഹലോ ഹലോ, കട്ടായി. അങ്ങോട്ട് വരുന്നോന്ന് പോയാലോ? പറയാൻ എന്ത് ഈസിയാ, ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ രണ്ടിനും. എത്ര കാലമായി സുമി നമ്മളൊരു യാത്ര പോയിട്ട്? നൈനിറ്റാൾ പോട്ടെ, അറ്റ്ലീസ്റ്റ് ഷൂട്ടിങ്ങിലും വിട്ടാലോ? ഈ പ്രകാശൻ എന്താ വെറുതെ കാശ് ചെലവാക്കാൻ? ഞാൻ സീരിയസ് ആയിട്ട് പറയാ. 2 ഹോളിഡേ, 2 ദിവസം ലീവ്. നാളെ തിരിക്കാം. നഷ്ടപ്പെട്ട ഹണിമൂൺ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സുന്ദരൻ ട്രിപ്പ്. എന്തു പറയുന്നു? ഐഡിയ എങ്ങനെ? സീരിയസ് ആയിട്ട് പറയാ? പിന്നല്ലാതെ. ഈ ചെലവാക്കുന്ന കാശുണ്ടെങ്കിൽ ഒറ്റ ഞെക്കിയൊക്കെ കൊല്ലും ഞാൻ. കാശ് കാശ് കാശ്. ഇനി അങ്ങോട്ട് ഒന്നും പറയണ്ട. നാളെ ഈവനിങ് നമ്മൾ തിരിക്കുന്നു. മനസ്സിലായോ? ഏ ആ ഇനി എന്താണ് വേണ്ടത്? അവളുടെ സാരി. ഊട്ടിയല്ലേ, തണുപ്പായിരിക്കും. സ്വെറ്റർ ഇരിക്കട്ടെ. എന്തിനാ മോളെ സ്വെറ്റർ? സ്വെറ്റർ ഇട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വല്ല ഇരുന്നാ പോരെ. അതിന് ഊട്ടിക്ക് പോണ്ട വല്ല കാര്യമുണ്ടോ കുട്ടാ? എ ഹാപ്പി ന്യൂസ് ഫോർ യു. കൂടെ ഒരു സാഡ് ന്യൂസ്. സുമിത്രയ്ക്ക് പ്രൊമോഷൻ, ഓഫീസറായിട്ട്. സാഡ് ന്യൂസ് എന്താണെന്നറിയില്ലേ? എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. ഈ മൺഡേ അവിടെ പോയി ജോയിൻ ചെയ്യണം. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. നീ എന്നെ ചിറ്റി കളിപ്പിക്കുക. ഊട്ടിക്ക് പോയി 3-ാം മാസം നീ പുളി ചോദിച്ചില്ലെങ്കി എന്നെ ഇങ്ങനെ വിളിച്ച കൂട്ടാ. എന്റെ അമ്മേ. ഹലോ, ഞാൻ സുമിത്രയാ. ഒന്ന് ഇവിടം വരെ വരൂ. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിവിടെ പാക്കിങ്ങില്ല. എല്ലാം കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ശരി, ഞാൻ ഇറങ്ങുന്നു. നടക്കില്ല, നടക്കില്ല, 100% നടക്കില്ല. പ്രകാശ്, അവർക്ക് തോന്നിയത് പോലെ തോന്നിയിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാ ഇവിടെ ആരാ പോയിരിക്കുന്നത്? ചേട്ടാ, അത് കൊള്ളാമല്ലോ. പതുക്കെ. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ അല്ലേ? എന്ത് പ്രൊമോഷൻ? അങ്ങനെ ഇവിടെ ആരും പ്രൊമോട്ട് ചെയ്യണ്ട. സ്വൈര്യമായിട്ട് ജീവിക്കുന്നിടയ്ക്ക് ഓരോ കോടാലി. ഞാൻ വരട്ടെ നിന്റെ ബാങ്കിലേക്ക്. നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന്മാർ എന്ത് ചെയ്യും? പ്രകാശ്, പതുക്കെ. ആളുകൾ നോക്കുന്നു. നോക്കട്ടെ, ഐ ഡോണ്ട് കെയർ. അല്ലെങ്കിൽ തന്നെ എല്ലാരും അറിയട്ടെ ബാങ്കുകാരുടെ കളിയൊക്കെ. എന്താ ഇത്? മനസ്സിലാവുന്നിട്ട് ചോദിക്കുക. ഓഹോ, തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. തനിക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾ തമ്മിൽ ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. തനിക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കേക്ക്. അല്ലെങ്കിൽ താൻ പോറവിടുന്ന്. ദാ കിടക്കുന്ന നിന്റെ ഊട്ടി ട്രിപ്പ്. ഊട്ടിയിൽ ഇനിയും പോവാലോ? വേണ്ട, ഊട്ടിയിലും പോണ്ട, ഒരു സ്ഥലത്തും പോണ്ട, എറണാകുളത്തും പോണ്ട. പുറത്ത് എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ ബഹളം ഉണ്ടാക്കില്ല എന്ന് കരുതിയാണ് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞത്. അവിടെ എന്താ കാട്ടിക്കൂട്ടിയത്? പിന്നെ കാട്ടിക്കൂട്ടാതെ ഞാൻ നിന്റെ കൂടെ അവിടെ നിന്ന് ശൃംഗരിക്കണോ? നിനക്കറിയാലോ, 1.5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഒരു ദിവസമെങ്കിലും നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ? പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ പ്രകാശ്, ഒന്നും പറയണ്ട. യു ഡു വൺ തിങ്, ജോലി റിസൈൻ ചെയ്യേ. എന്താ പ്രകാശ് പറയുന്നത്? രാജിവെക്കാന്ന് പറഞ്ഞാ പറയാൻ ഈസിയാ. കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കൂ. പ്രാക്ടിക്കൽ മാങ്ങാ തൊലി. നിനക്ക് വലുത് നിന്റെ ജോലിയും പ്രൊമോഷനും ഒക്കെ ആണല്ലോ. എന്താ, എനിക്ക് പ്രകാശിനെ പിരിഞ്ഞിരിക്കാൻ വിഷമമില്ലെന്നാണോ? കഷ്ടമുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, പ്രൊമോഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്ക്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഒഴിവാക്കല്ലോ. നല്ല കഥയായി. പ്രൊമോഷൻ വേണ്ടെന്ന് വെക്കാനോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. എന്നിട്ട് എന്തായി തീരുമാനം? തീരുമാനം എന്താവാനാ? അവള് നാളെ പോവുക. അതിനിടയ്ക്കാണ് അമ്മായി പിന്നെ MP വന്ന് ചാടിയത്. അങ്ങേര് അവളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നീ കിടന്ന് ബഹളം വെക്കണ കണ്ടാ തോന്നും വല്ല പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ എന്ന്.
ആഴ്ചയിൽ ഒന്ന് പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ. എറണാകുളല്ലേ? എന്നാൽ എനിക്ക് അവള് വീട്ടിലില്ലാതെ ശരിയാവില്ല ചാക്കോച്ച. നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും, പിന്നെ ഇതങ്ങടെ യൂഷ്വൽ ആയിക്കോളും. ചേടാ, ഓരോരുത്തന്മാരെ അവനവന്റെ ഭാര്യമാരെ ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വേളാങ്കണ്ണി മാതാവിനും ഇടപ്പള്ളി പുണ്യാളിനും എഴുതി എത്തിക്കുക. ഇതൊന്നും ഇല്ലാണ്ട് ദൈവം തന്ന അനുഗ്രഹം അല്ലടാ കുട്ടാ. ആഹാരമെല്ലാം നേരത്തിനും കാലത്തിനും കഴിക്കണം. അലക്കാനുള്ള തുണിയൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണ്ട, ഇവിടെ ഇട്ടിരുന്നാ മതി. ഞാൻ വന്നിട്ട് കഴിക്കോളാം. പിന്നെ കണ്ടമാനം ഉറക്കളക്കരുത്. ഇങ്ങനെ മുഖം വീർപ്പിച്ച് കിടന്നാലോ? ശനിയാഴ്ച വൈകിട്ടത്തെ ഡേ എക്സ്പ്രസിൽ ഞാനിങ്ങ് എത്തില്ലേ? ഞായറാഴ്ച മുഴുവൻ നമ്മൾ ഒരുമിച്ച്. പിന്നെ തിങ്കളാഴ്ച രാവിലത്തെ വേണം അതിന്. ദാ വരുന്നച്ചാ. ഞാൻ കാത്തിരിക്കും ശനിയാഴ്ച വൈകിട്ട്. ഭദ്രൻ, ആ മിസ്സസ് ശേഷാദ്രി വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് ശേഷാദ്രിയുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട് പോലെ അവിടുത്തെ രീതികളൊക്കെ. ഞാൻ തന്നെ ഇവിടെ അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. അപ്പോ ഇറങ്ങാൻ മോളെ. ആ.